ബാക്കി 32 പേര് ചണ്ഡീഗഡ്, പിന്നെ ബാക്കി ഒരു 30 പേര് ഗുജറാത്തിൽ നിന്നും, ബാക്കിയുള്ളതെല്ലാം മറ്റേ ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, അങ്ങനെ വരുന്ന പ്രദേശങ്ങളിലാണ്. ഇതെന്തുകൊണ്ടാണ് ഈ പറയുന്ന പഞ്ചാബിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പഞ്ചാബിൽ നിന്നുള്ള ഇലീഗൽ മൈഗ്രേഷൻ അമേരിക്കയ്ക്ക് വലിയൊരു തലവേദനയാണ്. കാരണം മറ്റുള്ള പ്രദേശത്തെ ആളുകൾ വരുന്നവരല്ല. കാരണം പഞ്ചാബിൽ വന്നു കഴിഞ്ഞാൽ അതിന് പുറകെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഖാലിസ്ഥാൻ വിവാദം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തോ പന്നൂന്നോ തുന്നൂന്നോ പറഞ്ഞൊരുത്തന്നെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തലേ തുപ്പിട്ട പന്നുമൊക്കെ. അപ്പൊ അങ്ങനെ കുറച്ചു പേരൊക്കെ ഇവിടെ വെല്ലുവിളിയാണ് അമേരിക്കക്ക്. അതായത് അതുകൊണ്ട് ഇതൊരു ക്ലിയർ കട്ട് മെസ്സേജ് ആണ് ആർക്ക്, പഞ്ചാബും ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ക്ലിയർ കട്ട് മെസ്സേജ് ആണ് ട്രംപ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ പിടിച്ചിറക്കി വിടും. ഇതേപോലെ ഈ പറയുന്ന കാലിലും കയ്യിലും ചങ്ങലൊക്കെ ഇട്ട് ഇറക്കി വിടുമെന്ന് നാളെ വരാൻ പോകേണ്ടവർക്കും ഒരു മെസ്സേജാണ്. കാരണം സത്യം പറഞ്ഞാൽ ഇതിന് പുറകിൽ വളരെ ചെലവുണ്ട്. ഇതിനൊക്കെ ഈ പറയുന്ന ഗ്ലോബ് മാസ്റ്റർ C-17 ഒക്കെ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ മില്യൺസ് ആണ് ചെലവ് വരുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ടാക്സ് കൊടുക്കുന്ന അമേരിക്ക